ഹലോ നമസ്കാരം, ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഷെഫ് പിള്ളയുടെ വളരെ പോപ്പുലറായിട്ടുള്ള പാൽ കൊഞ്ചിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ കൊഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ പ്രോൺസ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ബാക്കി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കട്ടി തേങ്ങാപ്പാൽ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അത് ഞാനിവിടെ കാണിക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിലേക്ക് പ്രോൺസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത ഈ പ്രോൺസ് ഒരു അറ്റ്ലീസ്റ്റ് 1-2 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലാണ് ആ പ്രോൺസിലേക്ക് അതെല്ലാം ഒന്ന് പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പ്രോൺസ് എല്ലാം ഒന്ന് നിരത്തിയിട്ട് നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കാം. കടൽ മത്സ്യങ്ങളിൽ ഏറ്റവും വേവ് കുറച്ച് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ പ്രോൺസ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇത് ഒരുപാട് നേരം വേവിച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര റബ്ബർ പോലെ ഇരിക്കും. പിന്നെ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാലാണ് നമുക്കിതിന് വേണ്ടത്. അതൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില നമുക്ക് ചെറിയ പീസസായിട്ട് ഇങ്ങനെ കത്രിക വെച്ചോ കത്തി വെച്ചോ നുറുക്കിയിടാം. നമ്മൾ ഷെഫ് പിള്ള കാണിച്ച അതേപോലെ തന്നെയാണ് ഞാനും ഇത് ചെയ്യുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പ്രോൺസ് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ ഒന്ന് വെതറി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് കീറിയതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്. നമ്മുടെ ഷെഫ് പിള്ള കാണിച്ചതിൽ തേങ്ങാക്കൊത്ത് ഇല്ലായിരുന്നു. പക്ഷേ എനിക്കെന്തോ തേങ്ങാക്കൊത്ത് ഇട്ടപ്പോൾ നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് നമുക്ക് എല്ലാ പ്രോൺസും ഒന്ന് മറച്ചിടാം. 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം. ആ സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് 2 മിനിറ്റ് വെച്ച് അതൊന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെയുള്ള മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള വേവ് ഈ തേങ്ങാപ്പാലിൽ നിന്നിട്ടാണ് വേവണേ. ഉപ്പ് നോക്കുക, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിടാം. ഇനിയിപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ 2 പച്ചമുളകോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല. മുളക് പൊടി ചേർത്തതിൻ്റെ കളർ മാറും. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഒഴിച്ച ആ തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് വറ്റി ഒന്ന് കുറുകി വരണം. അത്രേ വേണ്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ചാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആക്കാം. നല്ല പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ചും കൂടെ ചാറിലെടുക്കാം. ഞാനിവിടെ ചോറിൻ്റെ കൂടെയാണെന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്കധികം ചാറ് വേണമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ പാൽ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ കൊഞ്ചാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ, ടേക്ക് കെയർ.